ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ മഹത്വവും യേശുവിന് കൊടുക്കുന്നു. യേശുവിൻ്റെ നാമം തന്നെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം ഇന്ന് പ്രിയ ശ്രോതാക്കളുമായിട്ട് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്. അതിനാസ്പദമായിരിക്കുന്ന വചനം അതാണ്: വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ ഒരു കേൾവിയുണ്ട്. ആ കേൾവി വരുന്നത് അത് വരണമെങ്കിൽ ഒരു വചനം ഒരാൾ പറയുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വിശ്വാസം ഒരു കേൾവി മുഖാന്തരം വരുന്നു. ആ കേൾവി വരുന്നത് ഒരു വചനം പറയുന്നത് പ്രകാരമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് നമ്മുടെ സുവിശേഷ ഭാഗങ്ങളിൽ ഒരു ഗദരദേശത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം, അതായത് യേശുവിൻ്റെ ഒരു പരിപാടിയായിരുന്നു. ഗദരദേശത്തേക്ക് പോയി ആ ഒരു വെറും ഭൂത ഉപദ്രവം ബാധിച്ച ഒരു യുവാവിനെ അവിടെ നിന്ന് ആ പരിശുദ്ധാത്മാവ് അവനെ സംരക്ഷിച്ച് യേശുവിലൂടെ അവനെ അവിടെ നിന്ന് അതായത് ഒന്നിനും കൊള്ളില്ല എന്ന് ലോകം പറഞ്ഞിരിക്കുന്ന ഒരാളിലേക്ക് പരിശുദ്ധാത്മാവ് ഭൂതത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റി പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിച്ച് അവനെ അവിടെ നിന്ന് ദെക്കപ്പൊലി എന്ന് പറഞ്ഞൊരു ദേശത്തോട്ട് കൊണ്ടുപോയി 10 പട്ടണങ്ങൾക്ക് അവനെ ഒരു അധിപനാക്കി തീർത്തു. പറഞ്ഞാൽ സുവിശേഷം മുഖാന്തരം അവൻ 10 പട്ടണങ്ങളിൽ അവൻ സുവിശേഷം അറിയിച്ചു. അവിടെ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീ, അതും വെറും ഒന്നിനും കൊള്ളരുതാത്ത ഒരു സ്ത്രീ എന്ന് ലോകം പറയുന്ന ഒരു സ്ത്രീയെ ആ യേശു ആ ദിവസം വഴി മാറി സഞ്ചരിച്ചു ആ ശമരിയ ദേശം വഴി കടന്നുപോയി കിണറ്റിൻ കരയെ വെച്ച് ആ ശമരിയ സ്ത്രീയെ കാണുന്നു. അവൾ ആ ദേശം മുഴുവനും ആ സുവിശേഷം അറിയിച്ചു. അങ്ങനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ കൂടി വന്നവർ പറയുന്നത്, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ തന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വന്ന് കൂടുന്നത്. അപ്പോൾ അത് ആ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു ഗദരദേശത്തേക്ക് പോകുന്നു. അത് ഭൂതങ്ങളത് അറിഞ്ഞു. ഭൂതങ്ങൾ വന്ന് കാല് പിടിച്ച് വീണു. എന്നിട്ടും അവർ പുറത്തെവിടെയെങ്കിലും പോകണമെന്ന് അപേക്ഷിച്ച പന്നികളിലായിട്ട് ഭൂതങ്ങൾ ഇറങ്ങിപ്പോയി. അപ്പോൾ 7000 ഭൂതങ്ങളുണ്ടായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ആ ഭൂതങ്ങൾ ചെന്ന് ആ 2000 പന്നികളിലോട്ട് കയറിയപ്പോഴത്തേന് ആ പന്നി കൂട്ടം ആ നിമിഷം ചത്ത് മരച്ചു. അങ്ങനെയാണ് നമ്മൾ സുവിശേഷ ഭാഗങ്ങളിൽ കാണുന്നത്. അപ്പോൾ ആ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം യേശു തിരികെ വരുമ്പോഴാണ് ഒരു സ്ത്രീ തൻ്റെ മുതലും സ്വത്തും മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും ഭേദം വരാതെ ഇരുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കേൾവി കേട്ടു. അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരു കേൾവി ആദ്യം കേട്ടു, അതായത് യേശു നസ്രയൻ അതിലെ വരുന്നുണ്ട്. അപ്പോൾ അവൾ ഒരു കാര്യം അവളുടെ മനസ്സിൽ നിശ്ചയിച്ചു, അതായത് ഞാൻ അവനെ കാണും, ഞാൻ ആ ദൈവത്തെ കാണും, ഞാൻ ചെന്ന് കണ്ട് ഞാൻ സൗഖ്യം പ്രാപിക്കും. അവൾ വിശ്വസിച്ചു, അവളത് ഉറപ്പിച്ചു. അവളുടെ മനസ്സിൽ അവളത് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റു പറയുന്നു, അല്ല വിളിച്ചു പറഞ്ഞതല്ല. അവളുടെ മനസ്സിൽ തന്നെ അത് ഏറ്റു പറഞ്ഞ് അവളുടെ മനസ്സിൽ അത് പഠിപ്പിച്ചു. ഞാൻ ആ നസ്രയനെ കാണും, യേശുവിനെ ഞാൻ കാണും, ഞാൻ സൗഖ്യമാകും, ഞാൻ സാക്ഷിയാകും. സ്തോത്രം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ യേശു അതുവഴി വന്നു. അപ്പോൾ നമുക്കറിയാം, യേശു വരുമ്പോൾ യേശുവിൻ്റെ കൂടെ ഒരു കൂട്ടമുണ്ട്. അവളുടെ ആ അവസ്ഥ വെച്ച് അവൾക്ക് അന്ന് യഹൂദന്മാരുടെ ആ രീതി അനുസരിച്ച് പുറത്തിറങ്ങാൻ പാടില്ല. ഈ രക്തസ്രാവം ഉള്ളവൾ
പക്ഷെ അവൾ എന്നിട്ടും അതിന് മധ്യത്തിലൂടെ തിരക്കി ചെന്ന് ആ യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ ഒരു അഗ്രത്തിൽ തൊട്ടു. പക്ഷെ അവൾ തൊട്ട ആ തൊടൽ അത് വിശ്വാസത്തോടു കൂടിയുള്ള ഒരു തൊടലായിരുന്നു. ആ തൊട്ടതും ആ ദൈവം അതറിഞ്ഞു. സാക്ഷാൽ ദൈവമായിരുന്നവൻ, മനുഷ്യനല്ല. ആ ദൈവം അത് തിരിച്ചറിഞ്ഞു. അതായത് വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊട്ടത് അറിയണമെന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ ദൈവം തന്നെയാണ്. ആ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലൂടെ നടക്കുമ്പോഴത്തേന് ആ ദൈവരൂപത്തിലിരിക്കെ ആ ദൈവം ഈ കാര്യം അറിഞ്ഞു. എന്നെ ഒരാൾ തൊട്ടു. പക്ഷെ അവിടെ നിന്ന് യേശു വേറൊന്നുമല്ല പറഞ്ഞത്. യേശു അവിടെ ഒരു കാര്യം വചനമുണ്ട്. അതായത് ദൈവത്തെ തൊട്ട ഒരാൾ സൗഖ്യമായി പോവുകയല്ല. ദൈവത്തിന് അവിടെ നിന്നൊരു കാര്യം പറയണം, സുവിശേഷം പറയണം. അപ്പോൾ സാക്ഷിയാകണം. ഞാൻ ദൈവത്തിൻ്റെ നാമം വിളിച്ചു പറയുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഞാൻ സൗഖ്യമാവും. ഞാൻ ഒരിക്കൽ സൗഖ്യമായി നിങ്ങളെല്ലാവരും മുഖത്തോളം മുഖം കണ്ട് നമ്മൾ യൂട്യൂബിലൂടെ എവിടെയാണെങ്കിലും സ്റ്റേജിലൂടെ ആണെങ്കിലും ഞാൻ ഈ സാക്ഷ്യം പറയും. അതിനവസരം എനിക്ക് തരും. ഞാൻ 9 വർഷമായിട്ട് ഞാൻ കണ്ണിന് കാഴ്ചയില്ലാതിരിക്കുന്ന ആളാണെങ്കിലും എനിക്കറിയാം യേശുവിൻ്റെ നാമത്തിൽ ഇതിന് വിടുതലുണ്ട്. ലോകത്ത് ഇതിന് ചികിത്സയില്ല. ഞാനത് പക്ഷേ എങ്കിലും നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അസാധ്യമായ ഒരു കാര്യമില്ല. അങ്ങനെയെങ്കിൽ സയൻസിന് സാധ്യമല്ലെങ്കിലും മെഡിക്കൽ സയൻസിന് സാധ്യമല്ലെങ്കിലും എൻ്റെ കണ്ണ് സൗഖ്യമാകും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം പറയുന്നത്. അപ്പോൾ അവളത് വിശ്വസിച്ചു. ആ രക്തസ്രാവക്കാരി സ്ത്രീ അത് വിശ്വസിച്ചു. അവളത് വിളിച്ചു. അവൾ തൊട്ട് ഓടിപ്പോയല്ല. അവിടെ യേശു അവിടെ നിന്ന് പറഞ്ഞു, എന്നെ ഒരാൾ തൊട്ടു എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കുന്നുണ്ട്. ഇത്രയും പേര് കൂടി നടക്കുമ്പോൾ ഒരാൾ തൊട്ടു എന്ന് പറയുമ്പോൾ യേശു ഇവിടെ നിന്ന് പറയുന്നുണ്ട്, അതല്ല, വിശ്വാസത്തോടു കൂടെ ഒരാൾ എന്നെ തൊട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേന് അവൾ മനസ്സിലായി. അവൾ കാൽക്കാൽ വീണ് പറഞ്ഞു, അടിയനിതാ. അവളവിടെ സാഷ്ടാംഗം വീണു. അവൾ പറഞ്ഞു, ഞാനാ കർത്താവേ എന്ന് പറഞ്ഞു. അവിടെ യേശു അവളെ ആ കൂട്ടത്തിൽ വേറൊരു കാര്യമുണ്ട്. ആ യായിറോസ് എന്ന് പറഞ്ഞ ഒരാൾ അവൻ്റെ മകളെ സൗഖ്യപ്പെടുത്താനായിട്ട് യേശുവിനെ വിളിച്ചുകൊണ്ട് പോകുന്ന പോക്കാം. അപ്പം ആ പള്ളിപ്രമാണി പറയുന്നത്, നീ എൻ്റെ വീട്ടിൽ വരണമെന്നാണ്. പക്ഷേ ഈ മകള് അവിടെ കാണിക്കുന്നത് ആ വിശ്വാസമാണ്. അതായത് വീട്ടിൽ വരാനോ വിളിച്ചു പറയാനോ ഒന്നും പറഞ്ഞില്ല. യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലയിൽ വന്ന് ആ വിശ്വാസത്തോടു കൂടി ഒന്ന് തൊട്ടപ്പോൾ അവൾ സൗഖ്യമായി. അവളുടെ രക്തസ്രാവം അവിടെ നിന്നു. ആ സെക്കൻഡിൽ അവിടെ നിന്നു. അവൾ സൗഖ്യമായി. എത്രയോ നാൾ അവൾ ചികിത്സിച്ചു, അല്ലെങ്കിൽ മുതൽ മുഴുവൻ വിറ്റു ചികിത്സ നടത്തി സൗഖ്യമാഞ്ഞ കാര്യം ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ സൗഖ്യമായി. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്. അതവിടെ സൗഖ്യമായി. ആ വചനം അവിടെ അന്വർത്ഥമായി, സത്യമായി തീർന്നു. അത് ആ കൂട്ടത്തിലുള്ളവരെല്ലാം ആ യഹൂദന്മാർ കണ്ട് അതവിടെ വിശ്വസിച്ചു. അതിനുവേണ്ടിയായിരുന്നു യേശു ഈ സൗഖ്യം അവിടെ കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും എൻ്റെ ജീവിതത്തിലും ഈ സൗഖ്യം വരാൻ വേണ്ടിയാണ്. ഞാൻ വിളിച്ചു പറയുകയോ ഒന്നുമല്ല. ഇതിപ്പോൾ യൂട്യൂബിലൂടെ ഞാനിത് പറയുന്നു. ഇതെൻ്റെ ജീവിതത്തിൽ ഇതൊരു സൗഖ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാം മുമ്പാകെ ഞാൻ ഉറച്ചു പറയും, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യമായി. ഒരാൾക്കും മഹത്വമില്ല, യേശുവിന് മാത്രം മഹത്വം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ ഇത് സൗഖ്യം നടക്കുകയുള്ളൂ. ലോകത്തിന് ഇത് അസാധ്യമാണ്. പക്ഷേ യേശുവിന് ഇത് സാധ്യമല്ല, സാധ്യം. യേശുവിനാൽ ഇത് സാധ്യം. അപ്പോൾ ഞാൻ സൗഖ്യമാവും. ഈ വചനം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാനത് തരുന്നു. ഇത് ലോകത്തിന് അസാധ്യമാണെങ്കിലും ഇത് വിശ്വസിക്കുന്നവരാൽ ഇത് സാധ്യം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും ആ വചനം നമുക്ക് ഏറ്റുപിടിക്കാം. യേശു ക്രിസ്തുവിനാൽ ഒന്നും അസാധ്യമല്ല. ഇന്നെല്ലാം യേശുവിനാൽ സാധ്യമാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. അതങ്ങനെ നമ്മളെല്ലാവരും എല്ലാം നമുക്ക് സൗഖ്യവും നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തണം. അതിന് യേശുവിൻ്റെ നാമം മാത്രം, മറ്റൊന്നിനും നമ്മൾ മഹത്വം കൊടുത്തണ്ട. ഒരു സഭയോ ഒരാളെയോ ഒന്നിനും നമ്മൾ മഹത്വപ്പെടുത്തണ്ട.
നമ്മുടെ നാം മഹത്വം മുഴുവൻ നമ്മൾ യേശുവിന് മാത്രം കൊടുക്കുക. മഹത്വം യേശുവിന് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത നല്ല ഒരു ചിന്തയുമായിട്ട് പരിശുദ്ധാത്മാവ് അടുത്ത ഒരു ചിന്ത എനിക്ക് തന്നു കഴിഞ്ഞു. അതും സമയം അനുവദിക്കുന്ന പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാം തന്നെ. ആമേൻ. ഓക്കെ.